നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ആരാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ആരാണ് കർത്താവ് എന്നാണ് പറയുന്നത്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ ടിവിയിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം യേശു ശിഷ്യന്മാരുമായ ഫിലിപ്പോസിന്റെ കൈസരയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവെന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരുമായി താൻ ഫിലിപ്പിന്റെ കൈസരിലൂടെ നടന്നു പോകുമ്പോൾ അവരോട് വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർക്ക് തന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, താൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് അവർക്കുള്ളത് എന്ന് അറിയുന്നത് കർത്താവിന് ആവശ്യമായിരുന്നു. കർത്താവ് ആദ്യം ചോദിക്കുന്നത് ജനങ്ങൾ, അതായത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് തന്റെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും തന്നെ അപ്രോച്ച് ചെയ്തത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു. താൻ ദൈവത്തിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യം പ്രവർത്തിച്ചു. പലരും തന്നെ കർത്താവിനെ അനുഗമിച്ചത് അത്ഭുതങ്ങൾ കാണുവാനും സൗഖ്യമുണ്ടാകുവാനും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്താണ് തന്നെ കുറിച്ച് പറയുന്നത് എന്നറിയുവാൻ കർത്താവ് ആഗ്രഹിച്ചു. കർത്താവിനത് അറിയാമെങ്കിലും അത് ശിഷ്യന്മാരിലൂടെ കേൾക്കുവാൻ ആഗ്രഹിച്ചു. തന്നെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ അഭിപ്രായങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. ഞാനൊരു മുസ്ലിം ആയിരുന്ന സമയത്ത് ആരാണ് യേശു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, അത് വെറും ഒരു പ്രവാചകൻ, അദ്ദേഹം വെറും ഒരു പ്രവാചകനാണ്, ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഇതുപോലെ അന്നത്തെ കാലത്തും പലരും പലവിധമായ അഭിപ്രായങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കറിയാം, ആദ്യമായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനാണ് എന്നാണ്. അതായത് ഹെരോദാവ് തല വെട്ടിച്ച് കളഞ്ഞ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ആ യോഹന്നാൻ സ്നാപകൻ ആണ് യേശു കർത്താവ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ. പിന്നീട് ചിലർ പറയുന്നു, പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത ഏലിയാവാണ് ആര്? യേശു കർത്താവ്, അല്ലെ? അപ്പൊ ദൈവത്തിന് വേണ്ടി വീറോടെ നിന്ന, ദൈവത്തിന് വേണ്ടി സത്യം മാത്രം പ്രസ്താവിച്ച ആ ഏലിയാവിന്റെ സ്ഥാനം യേശു കർത്താവിന് ചിലർ കൊടുക്കുന്നു. വേറെ നമുക്കറിയാം, മത്തായി സുവിശേഷത്തിൽ ഇതേ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്, യിരെമ്യാ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നത് യെരമ്യാ പ്രവാചകൻ എന്നാണ്, അല്ലെ? എന്നിട്ട് അവസാനം നാലാമത്തെ ഒരു അഭിപ്രായം കൂടി ജനം പറയുന്നുണ്ട്, ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ മോശയെ കുറിച്ച് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, നിന്നെ പോലൊരു പ്രവാചകനെ എന്റെ ജനത്തിന് നടുവിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോ ആ പ്രവാചകനാണ് എന്നും ചിലർ പറയുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ലോകത്തിൽ, അതായത് അന്നത്തെ കാലത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് യേശു കർത്താവിനെ കുറിച്ച് തന്റെ ജീവിതകാലത്ത് അന്നത്തെ കാലത്ത് ജനത്തിനുണ്ടായിരുന്നത്. ഇന്നും ഇതേ കാര്യം വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. പലരും കർത്താവിനെ കാണുന്നത് വ്യത്യസ്ത ആംഗിളിലാണ്, പലരും കർത്താവിനെ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്, അല്ലെ? ചിലർ അവനെ നല്ല ഗുരുവാണെന്ന് പറയുന്നു, ചിലർ അവനെ നല്ലൊരു ആധ്യാത്മിക നേതാവായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ചിലര് അനുഗമിക്കാൻ കഴിയുന്ന നല്ലൊരു മാതൃകയായിട്ട് കാണുന്നു, അല്ലെ? അങ്ങനെ പല വിധത്തിലും ചിലര് ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നത് പോലെ വെറും ഒരു പ്രവാചകനായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് യേശു കർത്താവിനെ പലരും കാണുന്നു. അപ്പം പലർക്കും പലവിധമായ അഭിപ്രായങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അന്നുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് ഈ ചോദ്യം വ്യക്തിപരമായിട്ട് ശിഷ്യന്മാരോട് ചോദിക്കാം. അവരൊക്കെ അങ്ങനെ പറയുന്നു, ശരി, പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. whom do you say that I am? നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരാണെന്ന് പറയുന്നു. ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ശിഷ്യന്മാരുടെ കാര്യത്തിൽ. കാരണം അവര് കർത്താവിനെ അനുഗമിക്കാനായിട്ട് കർത്താവ് വിളിച്ച സമയത്ത് യാതൊരു മടിയും കൂടാതെ കർത്താവിനെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരാണ്. പക്ഷെ എന്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളൊരു ചോദ്യം, അനുഗമിക്കുന്നു എന്ന ചിന്ത അവരുടെ ഉള്ളിൽ വരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്.
ഒരു മടിയും കൂടാതെ ആ ശിഷ്യന്മാരെല്ലാം റെപ്രസെന്റ് ചെയ്ത് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, നീ ആരാണ്? നീ ക്രിസ്തുവാകുന്നു, നീ ആകുന്നു ക്രിസ്തു. ഞങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, അല്ലെ? അപ്പം ഞങ്ങളുടെ തിരിച്ചറിവ് അങ്ങോട്ട് ചേർന്ന് നടക്കുമ്പോൾ ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല, അങ്ങാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ആ വാഗ്ദത്ത മശിഹ അങ്ങ് തന്നെയാണെന്ന് പത്രോസ് എന്ത് ചെയ്യുന്നു? അത് എല്ലാവരുടെ മുമ്പിൽ കൺഫസ് ചെയ്യുന്നു, അത് ഏറ്റു പറയുന്നു, അല്ലെ? ഇതേ ഒരു തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ആരാണ് കർത്താവ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിന്റെ മിഷൻ എന്തായിരുന്നു എന്നാണ്. തൊട്ട് താഴെ നാം വായിക്കുന്ന ആ ഭാഗങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്, അല്ലെ? കർത്താവ് ഈ ഒരു തിരിച്ചറിവ് പത്രോസിനുണ്ടായപ്പം പത്രോസിനോട് കർത്താവ് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, മറിച്ച് പിതാവാണിത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതായത് ഈ ഒരു തിരിച്ചറിവ് സാധാരണയായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, മറിച്ച് ദൈവമായ കർത്താവ്, പിതാവായ ദൈവം തന്നെ നിനക്കത് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞപ്പോ പത്രോസിന് സന്തോഷമായി. ശരിയാ. പക്ഷെ തൊട്ട് താഴെ ഈ മശിഹ എന്തിനു വന്നു എന്ന് മശിഹ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, അതായത് അനേക ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും തൊട്ട് താഴെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും വേണമെന്ന് അവർ ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ തന്റെ മിഷൻ എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുന്ന സമയത്ത് പത്രോസ് നേരെ തിരിച്ച് കർത്താവിനോട് പറയാം, നിനക്ക് ഒരിക്കലും സംഭവിക്കരുത്, നിന്നെ കൊല്ലരുത്, നീ മരിക്കരുത്, നീ മരിക്കുവാനുള്ളവനല്ല എന്നൊക്കെ പത്രോസ് തന്നോട് തിരിച്ചു പറയുമ്പോൾ കർത്താവ് അവനുള്ള ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു, അല്ലെ? അപ്പൊ മശിഹ, അവർ കാത്തിരുന്ന മശിഹയല്ല, റിയൽ ആയിട്ട് ഈ ലോകത്തിന്റെ റിഡംഷന് വേണ്ടിയിട്ട് മനുഷ്യപുത്രനായി ലോകത്തിന് വന്ന ഒരു മശിഹായാണ് കർത്താവ് ആ സമയത്ത് പത്രോസിനെ കാണിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ആരാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ആരാണ് കർത്താവ് എന്നാണ് പറയുന്നത്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കൺഫസ് ചെയ്യുന്നത് എന്താണ്? കർത്താവെ, അങ്ങ് ക്രിസ്തുവാണ്, എന്റെ രക്ഷകനാണ്, ഞാനും അങ്ങ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പനും മകനും എന്നുള്ള ബന്ധമാണ്, അല്ലെ? ആ ഒരു ബന്ധം എനിക്ക് ആവശ്യമാണ്. ഞാനത് ഏറ്റു പറയുന്നവന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? മറ്റുള്ളവർ എന്തോ പറയട്ടെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്തോ ആകട്ടെ, പക്ഷെ ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് ഉദാത്തമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. പലപ്പോഴും നാം എല്ലാവരും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊക്കെ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കേണ്ട കൺവിക്ഷൻ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പറയാം: കർത്താവ്, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് മശിഹായാണ്, ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് നിത്യതയിലേക്ക് പോകുവാൻ വേണ്ടി എനിക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച ദൈവത്തിന്റെ പുത്രനാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറയട്ടെ, പക്ഷെ എനിക്ക് ആ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എനിക്ക് അങ്ങ് തന്നതിനായ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏത് വിധേനയും ഈ മശിഹ എന്റെ ജീവിതത്തിൽ തന്ന ഈ വെളിപ്പാട് അത് മറ്റുള്ളവരും തിരിച്ചറിയേണ്ടതിന്, അവരോട് പറയേണ്ടതിന്, കർത്താവെ അത് തെളിയിച്ചു കൊടുക്കേണ്ടതിന് ഉള്ളൊരു ജ്ഞാനത്തെ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അവർക്ക് പലവിധമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നീ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എനിക്ക് പറയാനുള്ള മറുപടി, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസിനോട് ചേർന്ന് നമുക്കും അത് പറയാം. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള വാക്കുകൂടെ എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.